ചേട്ടൻ ലേബർ മിനിസ്റ്റർ ആയിരുന്നു. എനിക്ക് ആ സമയത്ത് നമ്മൾ സാധാരണക്കാരൻ നോക്കുമ്പോൾ പെട്ടെന്ന് നോക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നോക്കൂലി വിമുക്തമാക്കണം, ഞാൻ ശ്രദ്ധിച്ചൊരു സാധനമാണ് നോക്കൂലി വിമുക്തമാക്കാൻ ജില്ലകൾ, നോക്കൂലി വിമുക്ത ജില്ലകൾ അല്ലേ, അങ്ങനൊരു വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തതും. അവിടെ ഇപ്പം കഴിഞ്ഞ മാസം എൻ്റെ ഒരു പ്രോജക്റ്റിൽ സാധനം ഇറക്കിയപ്പോഴത്തേക്കിന് ഞാൻ നോക്കൂലി കൊടുക്കേണ്ടി വന്നു. ഇതാണ് നമ്മുടെ അവിടുത്തെ നാട്. അത് തൊഴിലാളികളുടെ പേരിൽ തുടങ്ങിയ ഒരു തെറ്റായ സമ്പ്രദായം. ഒരു കാലഘട്ടത്തിലെ ചിന്താഗതി അവർക്ക് തൊഴിൽ നഷ്ടം ഉണ്ടാകുന്ന അതൊക്കെ മാറി. ഇപ്പൊ കൂടുതലിടത്തും തൊഴിലാളികൾ രജിസ്റ്റേർഡ് ആരുമല്ല, കവലച്ചട്ടമ്പികളായിട്ടുള്ളവർ വന്ന് തടയും, അവർക്ക് കാശ് കൊടുത്തേ പറ്റൂ. ഇതൊരു രീതിയിലുള്ള ബ്ലാക്ക് മെയിലിംഗ്, റാൻസം ചോദിക്കുന്ന നിലയിലേക്കുള്ള ഇതാണ്. അത് ഒരു സ്ട്രോങ് ഗവൺമെന്റ് ആണെങ്കിൽ അത് തടയിടാനൊക്കെ. കാരണം ഇത് പിടിച്ചുപറിയാണെങ്കിൽ പിടിച്ചുപറിക്ക് കേസെടുക്കണം. ഇത് തൊഴിൽ ഡിസ്പ്യൂട്ടായിട്ട് അല്ലല്ലോ ഇത് വരുന്നത്. ഈ രാജ്യത്ത് നിയമമുണ്ട്. അവർ ജോലി ചെയ്യുവാണെങ്കിൽ അവർക്ക് പറ്റുന്നതാണെങ്കിൽ, ഞാൻ അന്നും പറഞ്ഞിരുന്നുണ്ട്, അവർക്കുള്ള എക്സ്പെർട്ടീസ് വേറെ ആർക്കുമില്ല. യഥാർത്ഥത്തിൽ ഇവരൊരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കി അവരെ തന്നെ അതിന് വിനിയോഗിക്കുകയാണെങ്കിൽ ഒരു വീട് മാറുന്നു. വീട്ടുകാർ സ്വന്തമായിട്ട് ഇത് ചുമന്ന് ഒരു ഫ്ലാറ്റിന്റെ മുകളിൽ കൊണ്ടുവന്ന എങ്ങനെ? ഇവരെ കൊണ്ടുവരുവാണെങ്കിൽ ഇവർ അരമണിക്കൂറിന്റെ ജോലി ചെയ്യും. പക്ഷേ ഈ ബാർഗൈനിങ് ഉണ്ടല്ലേ, വീട്ടുകാർ കൊടുക്കുന്ന കുറവും ഇവരെ ചോദിക്കുന്ന കൂടുതലും വരുമ്പോഴാണ് പ്രശ്നം. അതിനൊരു ക്ലാരിറ്റി കൊണ്ടുവരാനാണ് ഞാൻ റേറ്റ്സ് പബ്ലിഷ് ചെയ്ത് അത് വെച്ചിട്ടായിരുന്നു അന്ന് ശ്രമിച്ചത്. ആ നിലയിൽ അതുകൊണ്ട് അന്ന് സ്മൂത്തായിട്ട് പോയി. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഇപ്പം ഇത് ചോദിക്കുന്നൊന്നും തൊഴിലാളിയൊന്നും അല്ലെന്ന്. വഴിയെ കൂടെ പോകുന്നവരൊക്കെ വന്ന് ചോദിക്കുകയാണ്, പേടിച്ച ആൾക്കാർ കാശ് കൊടുക്കുക.